സാറേ നമസ്കാരം. സാർ ഇന്നലെ സർവീസിൽ നിന്ന് വിരമിച്ചു. കോൺസ്റ്റബിളായി സർവീസിൽ കയറിയ കാലം മുതൽ ഇന്നലെ വർക്കല സ്റ്റേഷനിൽ SI ആയി വിരമിച്ച സമയം വരെ വാർത്തകളിൽ, അത് നെഗറ്റീവ് വാർത്തകളല്ല, വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളാണ് സാറ്. ഒട്ടേറെ സംഭവങ്ങൾ, അനുഭവങ്ങൾ പോലീസ് സർവീസിലുടനീളം താങ്കൾക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, മറക്കാനാവാത്ത ഒന്ന്, വലിയ മാധ്യമ ശ്രദ്ധ നേടിയത് നമ്മൾ ഇന്നത്തെ പത്രത്തിൽ ഉള്ളതുപോലെ ചീങ്കണ്ണി വേട്ടയോടെ താരമായ SI രാജയ്യൻ വിരമിച്ചു എന്നാണ്. 2001 കാലഘട്ടത്തിൽ നെയ്യാർ ഡാമിൽ നരഭോജി ചീങ്കണ്ണി, 2 പേരെ കൊന്ന, രാജമ്മയും അതുപോലെ തന്നെ ജെയിംസിനെയും കൊന്ന ആ ചീങ്കണ്ണിയെ സാഹസികമായി വെടിവെച്ച് കൊന്ന് താരമായി മാറിയ അന്നത്തെ കോൺസ്റ്റബിൾ രാജയ്യൻ എന്ന് താങ്കൾ SI ആയി വിരമിച്ചിരിക്കുന്നു. അപ്പം താങ്കൾക്ക് അന്നത്തെ അനുഭവങ്ങൾ, ആ ചീങ്കണ്ണിയെ വെടിവെച്ച് കൊല്ലാനായി പോയ 2 പേര് മരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒട്ടേറെ പേർക്ക് അംഗവൈകല്യം ഉണ്ടായി. അവരുടെ കൈയും കാലും ഒക്കെ. ചീങ്കണ്ണി വലിയ പ്രശ്നമായി ആ പ്രദേശത്ത് മാറുകയും ഹർത്താൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് താങ്കൾ അവിടെ ചെല്ലുന്നത്. ആ അനുഭവം എങ്ങനെയായിരുന്നു? അത് ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്കായി? അല്ല, അത് 2001 ഞാനന്ന് AR ക്യാമ്പിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ AR ക്യാമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാനത്, അവർക്ക് ഇൻഡിവിജ്വൽ ഡ്യൂട്ടി ഇല്ല, ഇൻഡിപെൻഡൻറ്റ് ഡ്യൂട്ടി ഇല്ല, അസിസ്റ്റ് ചെയ്യുക, ലോക്കൽ പോലീസിനെ സഹായിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. അപ്പോൾ ലോക്കൽ പോലീസിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മൾ സഹായിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഞാൻ 2001 ഞാൻ ARൽ കോൺസ്റ്റബിൾ ആയിരുന്നു. SIP ARലേക്ക് വന്നു. ARൽ കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോഴാണ് രാവിലെ 8:30 മണിയോടുകൂടി എമർജൻസി കോൾ മുഴക്കുകയും അങ്ങനെ അതിൽ പറഞ്ഞതാണ്, നെയ്യാർ ഡാമിൽ ചീങ്കണ്ണി ഒരു ആളിനെ കടിച്ചെടുത്തുകൊണ്ട് പോയി, അവിടെ ഹർത്താലാണ്, അതുകൊണ്ട് ഫോർ സേഫ്റ്റി, സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ 10 പേര് തോക്കുമായിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞത്. അത് എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ 10 പേര് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉൾപ്പെടുന്ന സംഘം 10 പേര് തോക്കുമായിട്ട് നെയ്യാർ ഡാമിൽ എത്തി. അവിടെ അമ്പൂരിയിൽ പുട്ടുകല്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ്, പുട്ടുകല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ജെയിംസ് എന്ന ആളിനെ ചീങ്കണ്ണി കടിച്ചെടുത്തുകൊണ്ട് പോയി. കാണാനില്ല, ചീങ്കണ്ണിയും കാണാനില്ല, ആളിനെയും കാണാനില്ല. അപ്പോൾ ജനമെല്ലാം അന്ന് ഹർത്താലാണ് പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ മൊത്തം അതിൽ വളരെ സർക്കാരിനെതിരെ, പോലീസിനെതിരെ പ്രതിഷേധം. അതിന് മുമ്പും ഇങ്ങനെ രാജമ്മയുടെ കേസ് പോലീസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിലയുറപ്പിച്ചു. ഇതിന് വെടിവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഡാമിന് ചുറ്റും ഞങ്ങൾ 5 പേര് തോക്കുമായിട്ട് നിലയുറപ്പിച്ചു. 2:45 മണിയോടുകൂടി ആണ് ചീങ്കണ്ണി പോകുന്നത്. ഒരു വല എക്കോ ടൂറിസംകാർ ക്രോസ് ചെയ്ത് കെട്ടിരുന്നു. ആ വലയിൽ മുട്ടി, വല ഇറങ്ങിയ ഭാഗമായിട്ടാണ് അതിലെനിക്ക് അപ്പോൾ ഒന്ന് പൊങ്ങിയ സമയത്ത് വെടിവെക്കുകയും അങ്ങനെ ഉണ്ടാവുന്നു. അത് തല ജസ്റ്റ് ഒന്ന് ഉയർത്തി ഉയർത്തിയ ഉടനെ തന്നെ എൻ്റെ വെടി അറ്റ് എ ടൈം ആയിരുന്നു. ആ തലയിൽ തന്നെ കൊണ്ടു. അതുകൊണ്ടാണ് അത് മരണപ്പെടാൻ കാരണം, അല്ലെങ്കിൽ അത് ചാവൂലായിരുന്നു. ബോഡി ഭാഗത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ബോഡിയാണ്, തൂലിക്കട്ടി ഭയങ്കര, അത് ചാവൂല. അപ്പൊ തലയിൽ തന്നെ കൊണ്ടു. പിന്നെ എക്കോ ടൂറിസംകാരെ അതിനൊരു വലിയ ചുറ്റി കരയ്ക്കെടുത്ത് അതിൽ ആ മലയെ ചുറ്റി വള്ളത്തിൽ കയറ്റിയാണ് കരയ്ക്ക് കൊണ്ടുവന്നത്. കരയിൽ എത്തിയപ്പോൾ തന്നെ ആ വള്ളത്തിൽ വന്നപ്പോൾ സാറിനെയും കൂടെ കൊണ്ട് അപ്പുറത്ത് കൊണ്ടുവന്നത്. അക്കരക്കരയാണ് ഞങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഇവിടെ എന്നെയും കൂടെ കയറ്റി കൊണ്ടുപോകുന്ന ആ സമയത്താണ് ഈ ഫോട്ടോ കാണുന്ന രാജൻ പ്രദോഷ് സാർ എടുത്താണ്. ആ ക്ലിക്കാണ് അത് വള്ളത്തിൽ. അതിന് കാണാം, നോക്കിക്കഴിഞ്ഞാൽ ചീങ്കണ്ണിയായി കാണാം. ആ സൈഡിൽ കിടക്കുന്നത് ആ വള്ളത്തിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. എന്നിട്ട് ആളുകൾ എന്നെ എടുത്ത് നിർത്താൻ വേണ്ടിയ ഒരു സംഭവം, മറക്കാനാവാത്ത സംഭവം. അപ്പോഴാണ് എന്നെ ഞാനെന്ന പോലീസുകാരനെ എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുക്കളും സമൂഹം ഡിപ്പാർട്ട്മെന്റൊക്കെ തിരിച്ചറിഞ്ഞൊരു സംഭവമാണ്. അന്ന് പോലെ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ എന്നെ അത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇതിനിരയായത്, ഈ പിടിച്ചെടുത്തുകൊണ്ട് പോയത് എൻ്റെ ബന്ധുവോ സുഹൃത്തോ ആണെങ്കിൽ എൻ്റെ വികാരം എന്തായിരിക്കും? അത് ഞാൻ അല്ലേ ഇന്നിപ്പോൾ അധികാരത്തോടുകൂടി ഇവിടെ നിൽക്കുന്നത്, എനിക്കല്ലേ ഫയർ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഈ പണി ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ ചെയ്തില്ലേ ആര് ചെയ്യും എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചത്. എൻ്റെ ഉത്തരമാണ് എനിക്ക് ഫയർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ കേട്ടിട്ടുള്ള ഒരെണ്ണം, ഈ രാത്രി 8ാം ക്ലാസ്സുകാരി വെഞ്ഞാറുമൂട് എന്ന് കിണറ്റിൽ വീണു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെങ്ങനെയായിരുന്നു? അത് 2023 ഞാൻ വെഞ്ഞാറമൂട് SI ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിയായിരുന്നു. അന്ന് വന്നപ്പോൾ ഒരു രാത്രി 2:30-2:45 മണിയാവും. ഒരു കുട്ടി നമ്മുടെ സ്റ്റേഷൻ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അച്ഛന് കിണറ്റിച്ചാടി, അച്ഛനും അങ്കിളും കൂടെ വഴക്കൂടുന്നു ആദ്യം പറഞ്ഞത്. ഓക്കെ, ഉടനെ ആ സ്റ്റേഷൻ ഫോൺ എനിക്ക് തന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ നേരിട്ട് ആ ഫോൺ നമ്പറിൽ വിളിക്കുന്നു. വിളിച്ചപ്പോൾ അച്ഛനും മാമനും കൂടെ അവിടെ വീട്ടിൽ ഭയങ്കര ചീത്ത വിളിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഫോൺ ഹോൾഡ് ചെയ്യണം, ലൊക്കേഷൻ കേട്ടങ്ങനെ വരുന്നത്.
അപ്പോൾ അത് 6-ാം താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞ് വീണ്ടും കൊച്ചു കുടിക്കണം, അയ്യോ അച്ഛൻ കണ്ടി ചാടിയെന്ന് പറഞ്ഞു. അപ്പം അവിടെ പേടിക്കണ്ട ഞങ്ങളിപ്പോൾ എത്തി എന്ന് പറഞ്ഞാൽ ധൈര്യം കൊടുത്തില്ല. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ എത്താൻ പറ്റില്ല. ഉടനെ റൂട്ട് പറഞ്ഞു തന്നാൽ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂട്ട് പറഞ്ഞ കുട്ടിയാണ് എല്ലാം പറഞ്ഞത്. അതനുസരിച്ച് ലൊക്കേഷൻ എത്തുന്നു. ലൊക്കേഷൻ എത്തി നോക്കിയപ്പോഴെന്ന് പറയുന്നത് ഇയാളുടെ ഈ അച്ഛനും അങ്കിളും തമ്മിൽ ഡ്രിങ്ക് ചെയ്തിട്ട് അവർ തമ്മിൽ പ്രശ്നമുണ്ടായ അടി വഴക്കൊക്കെ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛനെടുത്ത് കിണറ്റി ചാടുകയാണ്. ഏകദേശം 40 അടിയോളം താഴ്ചയുള്ള കിണറ്. അപ്പോൾ അങ്ങനെ ചാടിയപ്പോഴും ഇയാൾ പേടിച്ചുപോയി. ഈ അളിയൻ എന്ന് പറഞ്ഞ കക്ഷി പേടിച്ചുപോയി. അയാൾ വെള്ളമാണ്, പക്ഷേ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അകത്ത് ഇറങ്ങി നിന്ന് അതിനകത്ത് മുന്നിൽ ഒരു പോരടി അപ്പോൾ കാഴ്ചയുണ്ട്. അയാൾ വീണു. അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ സംഗതി 2 ഭാഗത്തോണ്ട് ഇങ്ങനെ പോയിട്ടില്ല ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഉടനെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് എത്തി വരുമ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നമായ രണ്ടും പോകും ചിലപ്പോൾ വെള്ളത്തിനകത്ത്. കാരണം തൊടി ഇത്തിരി വഴിക്കലുള്ള തൊടിയൊക്കെയാണ്, വലിയ തൊടി ബലമില്ല. ഉടനെ ഞാൻ അവിടെ ഷൂ അഴിച്ചു വെച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു കയറുണ്ടായിരുന്നു, ഈ തൊട്ടിയും കയറിട്ട് കോരുന്ന കിണറാണ്, അവർ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതിൽ പിടിച്ച് ഞാൻ ഇറങ്ങി, ഷൂ ഊരി വെച്ചിട്ട് യൂണിഫോമിൽ തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെയുള്ള പോലീസ് കൊച്ചു പുതിയ പോലീസുകാരാണ്. ഞാൻ ഇറങ്ങി അകത്ത് ചെന്നിട്ട് ഞാനും ആരെന്ന് അറിയുന്നില്ല, ഇയാൾ അകത്ത് ഇങ്ങനെ നിൽക്കല്ലോ, എല്ലാം ബോധവുമില്ലല്ലോ, വെള്ളമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ടോർച്ച് എൻ്റെ കയ്യിൽ മൊബൈലിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോലീസാണ്, എൻ്റെ അടുത്ത് SI ആണ്, എന്നെ കണ്ടോ മനസ്സിലായെന്നൊക്കെ ചോദിച്ചാൽ ഇയാളെ ഒന്ന് ബോധ്യപ്പെടുത്തി ഞാൻ SI ആണെന്നും അയാളുടെ വിശ്വാസം എന്നിൽ പിടിച്ചു പറ്റാൻ ഞാൻ ശ്രമിച്ചു. അത് ഓക്കെ, ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ സാറേ അങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം എന്താണ്, എന്ത് ഞാൻ പരിഹരിക്കും, ഞാൻ ഇവിടുത്തെ SI ആണ്, ഞാൻ നിങ്ങളെ പ്രശ്നം പരിഹരിക്കുകയാണ് എൻ്റെ, നിങ്ങൾ പറഞ്ഞ എന്ത് പ്രശ്നമുണ്ട് ഞാൻ പരിഹരിക്കും എന്ന് പറഞ്ഞു. സാറേ എനിക്ക് ഇങ്ങനെ ഞാൻ ഏറ്റു, അവനെ ജയിലിൽ ഇടണം, അത് കുറേ കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് വിശ്വാസം പിടിച്ചു പറ്റി. വിശ്വാസം പിടിച്ചിട്ട് ഓക്കെ ഞാൻ നിങ്ങളിപ്പോൾ കരയ്ക്ക് എന്നോട് പറഞ്ഞണം, നിങ്ങൾ അത് ഞാൻ ചെയ്യാന്ന് പറയും. അതെന്ന് വെച്ചാൽ എന്നോടും കൂടെ എതിർത്ത ചിലപ്പോൾ ഞാനും കൂടെ അകത്ത് പോകും, വെള്ളത്തിന് പോകും. അപ്പോൾ അവിടെ വേറെ ഇല്ലല്ലോ, പിടിക്കാനൊന്നും ഇല്ല, സ്ലിപ്പായി പോകും. അപ്പോൾ അയാളെ എന്നോട് എതിർക്കരുത്, ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ വിശ്വാസം പിടിച്ചു പറ്റുക. ഓക്കെ, എന്നിട്ട് ഈ കയറെടുത്ത് അയാളെ ഇളിക്കൂട്ടി കൂടെ ചുറ്റി കെട്ടി പിടിച്ചിട്ട് ഞാൻ ഈ അളിയനോട് പറഞ്ഞു, അളിയൻ കോപ്പറേറ്റീവ് ഉണ്ട്, രക്ഷപ്പെടുത്തുന്ന ആഗ്രഹത്തിൽ തന്നെ അളിയൻ നിൽക്കുന്നത്, കാരണം എന്തെങ്കിലും പറ്റിപ്പോൾ അളിയൻ പ്രതിയാൻ പോകുന്നു, അതാണ് അളിയൻ, അത് ആ ബോധമുണ്ട്. അപ്പോൾ ഞാൻ അളിയൻ സൈഡിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും. സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇയാളെ എടുത്ത് ഇങ്ങനെ തൊടിയിൽ വെച്ച് ഈ 40 തൊടിയും എടുത്ത്, അപ്പോൾ ഇതനുസരിച്ച് മുകളിൽ നമ്മുടെ പോലീസാണ്, ഞാൻ പറഞ്ഞു അത് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു, കയറ് പിടിച്ചു, അങ്ങനെ പിടിച്ച് മുകളിൽ കയറ്റി. ഇതിനിടയ്ക്ക് നമ്മുടെ പോലീസുകാർ എങ്ങനെയോ ഒരു ക്ലിക്ക് എടുത്തു. അതാണ് വാർത്തയായിട്ട് വരിക, അല്ലാതെ രാത്രിയല്ലേ ആരും ഈ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ സംഗതിയല്ല. എന്തായാലും ഒരു ക്ലിക്ക് നമ്മുടെ പോലീസുകാർ എങ്ങനെയോ ഈ സമയത്ത് എടുത്ത് മുകളിൽ പോകും. മുകളിലിട്ടപ്പോൾ സംഭവം കാല് വലത് കാലം ഒടിഞ്ഞ് തൂങ്ങിപ്പോയി, ഈ ഇടിച്ച് വീണത്. അപ്പോൾ കൈ ഷോൾഡർ ഈ ഭാഗം ഡിസ്ലൊക്കേഷൻ ആയെന്ന് തോന്നുന്നു. എന്തായാലും നല്ല പരിക്കുണ്ട്. ഈ ഇത്രയും കഴിഞ്ഞ് കരയ്ക്ക് എത്തിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫയർഫോഴ്സ് വരുന്നത്. ഫയർഫോഴ്സ് അവർ ആംബുലൻസ്, ഞങ്ങളപ്പോഴേ നമ്മൾ പോലീസിനും പറഞ്ഞു ആംബുലൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അവർ ആംബുലൻസ് ഇട്ടൊക്കെ വന്നു. അവർ കണ്ടുമ്പോൾ ഞെട്ടിപ്പോയി. അവർ പോലും മറ്റ് സംവിധാനങ്ങളെ കൊണ്ടല്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറങ്ങി എടുത്തു എന്ന് പറയും. അവർ എന്നെ അപ്രിസിയേഷൻ ഞാൻ ഇതിൽ കയറ് ഒരു കയ്യിൽ ഇതും തൊടിയും കയറും കൂടി പിടിച്ച് തന്നെ ഇറങ്ങി. പക്ഷെ അവർ എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ അവരെ ആംബുലൻസ് ആശുപത്രി കൊണ്ടുപോകും. ഇത് സംഭവം പിറ്റെന്നാണ് ഇവർ പുറത്തറിയുന്നതും. ഈ ഒരു ക്ലിക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു എവിഡൻസ് ആയിട്ട് തെളിവായിട്ട് അവർ കിട്ടിയ അവരൊക്കെ അറിഞ്ഞ് മാധ്യമങ്ങളെല്ലാം വാർത്ത വന്നു, എല്ലാ പത്രങ്ങളിലും വന്നു വാർത്തയായ സംഭവം. അത് പിറ്റൊന്ന് അതെനിക്ക് നല്ലൊരു അനുഭവമായ ഒരു വാർത്ത വന്ന സംഭവമാണ്. അങ്ങനെ വാർത്ത വന്ന് കുറെ സംഭവങ്ങൾ എൻ്റെ ഡ്യൂട്ടിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. വാർത്ത വന്ന് 1-2 ഇൻസിഡന്റ് പറയാം. മറ്റേത് ഈ കുട്ടിയെ പിന്നെ കണ്ടോ, അല്ല കുട്ടിയെ പിന്നെ അന്ന് കണ്ടു, അവിടെ വെച്ച് കണ്ടു, പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല. പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ജോലിയല്ലേ, അല്ല നമ്മൾ അങ്ങനെ ഒരു ഇതല്ലല്ലോ, അത് കഴിഞ്ഞു പോയി. അത് എന്തായാലും നല്ലൊരു വാർത്തയൊക്കെ വന്നു. ആ ഒരു ക്ലിക്ക് എടുത്തത് കൊണ്ടാണ് വേറെ വാർത്ത വന്നത്. അല്ലെങ്കിൽ ഒരു വാർത്ത അവർക്ക് തെളിവില്ലാരും ചെയ്യില്ല, ചുമ്മാ വെടി പറയും അല്ലെങ്കിൽ വിടായി പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ വന്നു. പിന്നെ വാർത്ത വന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ആര്യനാട് SI ആയിട്ടിരിക്കുമ്പോൾ തന്നെ, അതും ഉച്ചയ്ക്ക് 2:40 മണിക്കാണ്. അന്ന് ഞങ്ങളുടെ പോലീസുകാരൻ്റെ വീട് പാലുവെച്ചാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയായി നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് പറഞ്ഞത് ഇതിനടുത്ത് ഒരുത്തൻ വയലിൻ്റെ വേളം വെച്ചു. അത് നമ്മൾ കൺട്രോളുള്ള മെസ്സേജ് ആയിരുന്നു. 112 എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലർട്ട് കൺട്രോളുണ്ട് നമ്മുടെ പോലീസിൻ്റെ. അത് എന്ത് മെസ്സേജ് നമ്മൾ പണ്ട് 100 എന്നുള്ള 112 ഉണ്ടായി. അപ്പോൾ സ്റ്റേറ്റ് വൈഡാണ്. അവിടെ മെസ്സേജ് കിട്ടുമ്പോൾ ആ മെസ്സേജ് കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ അയച്ചു വിത്ത് റൂട്ട് മാപ്പാണ്. കറക്റ്റ് അവിടെ മറുപടിയും കൊടുക്കണം. അത് അപ്പോൾ അറ്റൻഡ് ചെയ്യണം. അത് വളരെ ഹൈ പ്രയോറിറ്റി കൊടുക്കുകയും വേണം. നമുക്ക് പിന്നെ പോകാന്ന് പറയാൻ പറ്റില്ല. അവിടെ വന്ന മെസ്സേജാണ്. അതെനിക്ക് കിട്ടുകയും ഞാനും ഒരു പോലീസുകാരനും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. അപ്പോൾ പാലേച്ചൻ ഞങ്ങൾ നിങ്ങൾ പൊക്കോ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസുകാരൊന്നും സ്റ്റേഷൻ ഇല്ല, പിന്നെ അത്യാവശ്യം സ്റ്റേഷൻ ഡ്യൂട്ടിക്കുള്ളവരേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ 2:40 നല്ല വിശപ്പുണ്ട്.
അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വളരെ അക്രമ സ്വഭാവമായിട്ട് നിൽക്കുകയാണ്. കാണുമ്പോൾ തന്നെ വളരെ ഭീകര സ്വഭാവത്തിൽ ഭയങ്കര വയലന്റ് സ്വഭാവത്തിൽ നിൽക്കുകയാണ്. സംഭവം എന്താണ് കാര്യം ചോദിച്ചു. അതെന്റെ ഭാര്യയും മക്കളും കൂടെ എന്നെ നിന്ന് പിണങ്ങി ഇവിടെ വന്നിരിക്കണം, അവരെ വീട്ടിൽ വന്നിരിക്കണം. ഇവന്റെ ഉപദ്രവം സഹിക്കുകയാണ് നിന്ന്, അത് വേറെ കാര്യം. പക്ഷേ എനിക്കിപ്പോ എനിക്ക് വേണം, അവളെ എനിക്കിപ്പോ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അവർ പോകാൻ തയ്യാറല്ല, കാരണം അവരെ ഉപദ്രവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അവര് തയ്യാറാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കും, അല്ലാതെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നീ ആരാടെ ചോദിക്കാൻ, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. എന്നോട് ചോദിക്കാം 2 സ്റ്റാറൊക്കെ വെച്ച് എന്നോട് നീ ആരാടെ ചോദിക്കാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്നെ ദേഹോദ്രവിപ്പിക്കും. ആ ബോഡി ലാംഗ്വേജ് ആണ് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ കൂടുതൽ പോലീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സ്റ്റേഷൻ വിളിക്കാൻ ആരുമില്ലെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് തൊട്ടടുത്ത് കൺട്രോൾ കൊടുത്ത് തൊട്ടടുത്ത സ്റ്റേഷൻ എന്തായാലും ഒരു 1-1.5 മണി, 1.5 മണി. കാരണം സ്റ്റേഷൻ 10 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് ഈ നിൽക്കുന്നതന്നെ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ വിളിച്ച് ഇനി അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഇവിടെ പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് വേണം കാണിക്കും, ഒന്നിനും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ റിമൂവ് ചെയ്യും, ഇവിടെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ നീ കാണട്ടോ, നീ കാണിയെന്ന് പറയുമ്പോൾ എനിക്കത് വെല്ലുവിളിയായി. നാട്ടുകാരൊക്കെ അന്തം വിട്ടിരിക്കണം. നാട്ടുകാർ പോലീസിനോട് ഇങ്ങനെ പോലീസ് നമ്മളെ സംവിധാനം പോകും. അപ്പൊ അതും എന്നെ സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പൊ നമ്മളും കൂടെ പരാജയപ്പെട്ട ആള് പിന്നെ എന്ത് പോലീസ് സംവിധാനം. അപ്പൊ അത് പിന്നെ ജനത്തിന് വിശ്വാസം നഷ്ടപ്പെടില്ല. പിന്നെ ഞാൻ സ്ട്രെങ്തുമായിട്ട് നോക്കി എന്ത് തന്നെയാണ് ശരി, ഞാൻ കയറി പിടിച്ചു. അത് വണ്ടി കയറുന്നത് കയറി പിടിച്ചുകൊണ്ടാണ് അവൻ ആരൊക്കെ ഇരട്ടി ബലത്തിൽ എന്നെ കോട്ട കയറി പിടിച്ചു. പക്ഷെ എനിക്ക് പിന്നെ പിടിവിടാൻ പറ്റില്ല. ആ പിടി വലിക്കിടയിൽ മറിഞ്ഞു വീണുമ്പോൾ എന്നെ കൈയേറ്റം ചെയ്യണം, കൈയുടെ മൃഗം ദേഹോദ്രം ചെയ്യും, ഇടിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കല്ലെടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും ഇടിക്കുന്നത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് എന്റെ തലയിൽ, പക്ഷെ മൺകല്ലായതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ല. നല്ല പാറക്കല്ലാണെങ്കിൽ എന്റെ തലയോട് പൊട്ടി പോകുമായിരുന്നു. ഈ തലയിൽ ഇടിച്ചു പരിക്കും, നെഞ്ചിൽ ഒക്കെ പിടിക്കുക നല്ല. എന്നിട്ട് ഇതൊക്കെ ഷോർട്ടും പാടിച്ചൊക്കെ പഠിച്ച് പൊട്ടിക്കുന്നില്ലേ. പക്ഷെ ഇതിനിടയിൽ എന്നിട്ടും ഞാൻ വിട്ടില്ല. ഇവിടെ എന്നിട്ട് നാട്ടുകാരുടെ കൂടെ സഹായത്തോട് അവരും കൊണ്ടൊന്ന് സഹായിച്ചിട്ട് ഞാൻ എടുത്ത് ജീപ്പിനകത്ത് ഇട്ടിട്ട് അപ്പൊ ഡ്രൈവറുണ്ട് ഞാനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ജീപ്പിനകത്തിട്ട് അവിടെ അക്രമം കാണിക്കും. അപ്പൊ ഇവന് അതിനകത്ത് അടക്കി പിടിച്ച് എന്നെ കൊണ്ടുവരും. ഇവൻ ചിലപ്പോൾ ഡോറ് തുറന്ന് ചാടി കഴിഞ്ഞ് നല്ല മടിയായ ഞാൻ ഇടിച്ചു എന്ന് പറയും. അപ്പൊ അവിടെയും പ്രശ്നമുണ്ട്. അപ്പൊ അവൻ ചാടാതിരിക്കണം, അവന്റെ സേഫ്റ്റി നോക്കണം, അപ്പൊ അതിനകത്ത് അടങ്ങിയിരിക്കുകയും വേണം. അങ്ങനെ വളരെ തന്മയത്തിൽ സ്റ്റേഷൻ വരെ കൊണ്ടുപോയി. എന്നാൽ 12 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്ത് നിന്ന് സ്റ്റേഷൻ. അതുവരെ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഈ വർണ്ണവഴിയിൽ എന്ന് പറ്റുന്നറിയാമോ, ഞങ്ങളുടെ കയറ്റം കയറി വരുന്നത് എവനെയും കൊണ്ട് ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു 10-25 വയസ്സ് വരുമായിരിക്കും, ഒരു സ്കൂട്ടർ ഇങ്ങനെ വന്നു. ഞങ്ങൾ ഈ ബൈക്കാണ്, ഒരു ഇടുങ്ങിയ റോഡായിരുന്നു. പണ്ട് അവർ പേടിച്ച് ഇങ്ങനെ പറിച്ച് അവരോട് പെട്ടെന്ന് നേരെ അവര് പറഞ്ഞു. നമ്മൾ വണ്ടിയെ തട്ടിയില്ല, വണ്ടി എടുത്തുന്നില്ല, വണ്ടിയെ കണ്ടിങ്ങനെ കൊണ്ട് അവര് പേടിച്ചു പോയി. വണ്ടി പെട്ടെന്ന് ഇങ്ങനെ അവർ വണ്ടി എന്ന് പറഞ്ഞു ഉടനെ അത് അറ്റൻഡ് ചെയ്യണ്ടേ. പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ ചാടി പോയി, വല്ലാത്തൊരു ഇൻസിഡന്റ്. എന്നാലും വണ്ടി നിർത്തി, നമ്മുടെ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പെട്ടെന്ന് പിടിച്ച് അവരെ ഒന്ന് കയറ്റി, അവർക്ക് വരെ ഇഞ്ചുറി വേറൊന്നും പറ്റില്ല, വണ്ടി തൂത്ത് വരുന്നത്. ഉടനെ അങ്ങനെ വന്നിട്ട് ഉടനെ അവർ അതിനെ ട്രീറ്റ് ചെയ്യാൻ പോയി. ഈ പോലീസുകാർ അവന് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ അത് നോക്കിക്കോളൂ, നീ ഈ വണ്ടി കയറുന്നു, ഈ വണ്ടി കാരണം യവനെ കളയാൻ പറ്റൂല, യവനാണ് എനിക്ക് പ്രയോറിറ്റി. അത് പിന്നെ ആശുപത്രി പോയാൽ മതിയില്ല, അങ്ങനെയാണെങ്കിൽ വലിയ പരിക്കൊന്നുമില്ല. എന്നാലും ഒരാൾ വന്നു, ഒരു നാട്ടുകാരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ വേണ്ട സഹായിച്ചു കൊടുക്കുക, അവരെ വേണ്ട എന്താണെന്ന് വെച്ച് നോക്കുക, ആശുപത്രി ആണെങ്കിൽ അയച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി തട്ടിയല്ല, എടുത്ത് പറയുന്നു വണ്ടി തട്ടിയല്ല, നിങ്ങൾ ഇത് വേണ്ട ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വണ്ടി കയറുന്നു എവനെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ ഒരാളിനെ കസ്റ്റഡിയിൽ എടുത്താൽ അവൻ അപ്പോൾ മെഡിക്കൽ പരിശോധന നടത്തണം, എന്നിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാവുന്നതാണ് നിയമം. പക്ഷെ എനിക്ക് അവനെയും കൊണ്ട് മെഡിക്കൽ പരിശോധന നടത്താൻ പറ്റില്ല, എനിക്ക് മെഡിക്കലിൽ പോകണം, എനിക്ക് ആശുപത്രി പോകണം. അതാണ് എൻ്റെ അവസ്ഥ, ആരോഗ്യസ്ഥിതി. എന്തായാലും അവിടെ സ്റ്റേഷനിൽ എത്തിച്ച് പറഞ്ഞ വഴി ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 2-3 പേര് റെഡിയായി അവിടെ നിൽക്കണമെന്ന്. എന്നിട്ട് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്ത് സാർ അല്ല റെഡിയായി നിന്നാണ്, ഞാൻ ഒരാളിനെ പിടിച്ചുകൊണ്ട് വരികയാണ്, നിങ്ങൾ റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞു. ഇനി അവിടെ അക്രമം കാണിച്ചവനെ പിടിച്ച് കെട്ടണ്ട, അതുകൊണ്ടാണ്. കാരണം ആ പാലയാച്ചിന് പോലീസുകാരെല്ലാം പോയി, അപ്പോൾ ആരും ഇല്ലാതിരിക്കുന്ന സാഹചര്യം വരരുത്, അതുകൊണ്ടാണ്. എന്നാലും 1-2 പേര് ക്രൈമിലൊക്കെ ഇരുന്ന് 1-2 പേരും കൂടെ റെഡിയായിരുന്നു. ഞാൻ വന്നുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു അവനെ പെട്ടെന്ന് മെഡിക്കൽ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആശുപത്രി പോയി. അത്രയും പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടി തന്നെ ആശുപത്രി പോയി. ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. എന്നിട്ട് വന്നിട്ട് ഹോസ്പിറ്റൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഓക്കെ, എൻ്റെ ബോഡി ഓക്കെ ആയത്. എന്നിട്ട് വന്ന് അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ടയർഡാണ്, അതാണ് വേറെ കാര്യം. എന്നിട്ട് വന്നിട്ട് ഞാൻ റിപ്പോർട്ട് എഴുതി കൊടുത്ത് അതിന് പേരിൽ കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം. അതും വാർത്തയായ സംഭവം. അത് ഇങ്ങനെ വാർത്ത. അന്ന് ഞാൻ ഗ്രേഡ് എസ് ആയിരുന്നു. അപ്പോൾ ഗ്രേഡ് എസ് ഐയെ ഇടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റ് എന്ന് പറഞ്ഞ വാർത്ത വന്നു. അങ്ങനെ ഈ 3 സംഭവം വാർത്തയായിട്ട് വന്നു. വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ആരനാട് ജോലി ചെയ്യുമ്പോൾ വീണ്ടും മറക്കാനുള്ള സംഭവം എന്ന് പറയുന്നത്, ഞാൻ പോയിട്ട് 2-ാം ദിവസം, ആരനാട് ജോയിൻ ചെയ്ത് 2-ാം ദിവസം ഇതുപോലെ ഒരു പരാതി ഇട്ട് പോലീസ് സ്റ്റേഷൻ വരികയാണ്. അപ്പോൾ പരാതി പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രിൻസിപ്പൽ എസ് ഐ പരാതിയെ കേട്ടപ്പം പറയുന്നത് ഇവൻ കല്യാണം കഴിച്ചു, ഡൈവേഴ്സ് പിരിഞ്ഞൊക്കെ കഴിയണം, അതിനുശേഷം ഒരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗദറായിട്ട് താമസിച്ചു വന്നു. ആയൂര് ഭാഗത്തൊക്കെ ഇവർ 2-3 താമസിച്ചു. പക്ഷേ ഇവർ 2 ആരനാട് ഭാഗത്തോടെയാണ്. അപ്പോൾ അവള് ഇവനോട്ട് വീണ്ടും സ്വരച്ചേർച്ചയില്ല, അവളെ വീട്ടിലേക്ക് വന്നു. ഇവൻ സ്റ്റേഷൻ വന്നിട്ട് പറയുകയാണ്, എനിക്ക് അവളെ എന്നോടൊപ്പം താമസിപ്പിക്കണം, നടപടി സ്വീകരിക്കണം, അവളെ എൻ്റെ കൂടെ എനിക്ക് വരണം. ഇതാണ് പോലീസിനോട് ആവശ്യപ്പെടുന്നത്.
അപ്പോൾ എന്നോട് എല്ലാം പറഞ്ഞു, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, അവർ നിന്നോട് താമസിക്കാൻ തയ്യാറാണെന്ന് നീ വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു വളരെ സൗമ്യമുണ്ട്, ലേഡിയാണ് അവർ. അപ്പോൾ ലേഡിയായ ഒരു പോലീസ് ഓഫീസർ എന്തായാലും സൗമ്യമായിട്ടല്ലേ പറയുള്ളൂ. ഞാനൊക്കെ റഫായിട്ടൊക്കെ സംസാരിക്കും, അത് പറയുക. പക്ഷേ എൻ്റെ അടുത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇത് നടന്ന സംഭവം ഫീഡ്ബാക്ക് എൻ്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ പറഞ്ഞു. ഇത് കഴിയുമ്പോൾ ഞാൻ ഈ 2:40 മണിയാവും. ഞാൻ ഉച്ചയ്ക്ക് ചോറെടുത്ത് ഇങ്ങനെ പൊതി അഴിച്ച് ഇങ്ങനെ കൈ വെച്ചതേ ഉള്ളൂ. അപ്പോൾ സ്റ്റേഷൻ നടക്കുന്ന ഒരു വിളി, മുറ്റത്തൊരു വിളി, നമ്മുടെ സ്റ്റേഷൻകാരൻ മൊത്തത്തൊരു വിളി. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ തീ കത്തി നിൽക്കുന്നു, തീ കത്ത് കാണുന്നു മുറ്റത്ത്. ഉടനെ ഉള്ള വെള്ളമൊക്കെ എടുത്ത് അടച്ചിട്ട് നേരെ അടച്ച് ഓക്കെ നോക്കിയപ്പോൾ ഒരു 50% ആദ്യം കൊള്ളു. അപ്പോൾ എനിക്ക് മനസ്സിലായി 40 അതിന്റെ മുകളിൽ പോയാൽ കിട്ടൂല, ആൾ കിട്ടൂല. 40% ആണ്. ആള് നല്ലോണം സംസാരിക്കുകയും ചെയ്യും, പക്ഷെ 2-3 ദിവസം കഴിഞ്ഞാൽ പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഇഞ്ചുറിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ആംബുലൻസ്, പ്രൈവറ്റ് ആംബുലൻസ് ഉണ്ട്, നമ്മൾ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ട്, 1002 സ്റ്റേഷൻ ആശുപത്രി തൊട്ടടുത്താണ്, ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ആംബുലൻസ് വിളിച്ച്, പ്രൈവറ്റ് ആംബുലൻസ് ഉണ്ട്, പെട്ടെന്ന് വിളിച്ച് അതിൽ കയറ്റാൻ വേണ്ടി ഇങ്ങനെ എടുത്തപ്പോഴാണ് നമ്മുടെ 108 ആശുപത്രി ഉണ്ട്, അത് വന്നു. അതിൻ്റെ ഡ്രൈവർ ഉണ്ട്, ആ പെട്ടെന്ന് അതിനെ വിളിച്ചു അതിൽ കയറ്റി നമ്മൾ പോലീസുകാരെ വായിച്ചു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഉടനെ തന്നെ ഞാൻ പറയുന്നത് ഒന്നുമില്ല, കുഴപ്പമില്ല, കയറ്റിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ആരും വരുന്നില്ല, എൻ്റെ നമ്പറും കൊടുത്തിട്ട് അവിടെ മെഡിക്കൽ കോളേജ് നേരെ വിട്ടാൽ മതി, വേറെ ഒട്ടും കയറ്റും, നേരെ മെഡിക്കൽ കോളേജ് പറഞ്ഞു. പോലീസ് കയറ്റി വിട്ടാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കി എൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ചുമ്മാ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരാ, അതിൻ്റെ നടപടികൾ നമ്മൾ ചെയ്യണം. ഈ നടപടിയുടെ എറർ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ നടപടിക്ക് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥ നടപടിക്ക് വിധേയമാവുന്നത്. നമ്മൾ ചെയ്യേണ്ട ഈ നമ്മൾ ആക്ഷൻ നടത്തും, പക്ഷെ അതിന് സബ്സിക്വന്റ് ആയിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്യില്ല. ആ പേപ്പർ വർക്ക് അതും കൃത്യമായിരിക്കണം. നമ്മൾ പിന്നെ പോകുമ്പോൾ തെളിവുകൾ അതാണ്, അത് രേഖകളാണ്. അപ്പൊ അതിന് അതിന് അനുസൃതമായ രേഖകൾ നമ്മൾ എഴുതി സൂക്ഷിക്കും, റെക്കോർഡാക്കണം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ ആരും അങ്ങോട്ട് പോകില്ല. ഈ പോലീസിന്റെ ഏതൊരു പ്രവൃത്തി 2 പാർട്ടാണ്. ഒന്ന് ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അറസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ ആക്ഷനാണ്. പക്ഷെ അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ അത് പാരലായിരിക്കണം, 2 ഒരുപോലെ ചെയ്യണം. നമ്മൾ ഈ പോലീസിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ പലയിടത്തും ഈ ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമാകുന്നതും, അല്ലെങ്കിൽ നമ്മൾ പണിഷ്മെന്റിന് വിധേയമാകുന്ന ഈ 2ാമത്തെ പാർട്ട് നമ്മൾ ഫെയിലർ ആവും. കാരണം ഞാൻ ആക്ട് ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല, രേഖകൾ കൃത്യമാക്കാൻ പറ്റും, ഇപ്പൊ ചെയ്യില്ല. അത് വലിയ കാര്യമാക്കില്ല. അത് നോക്കിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തല്ലോ, ഇത് അപ്പോഴും നമ്മൾ മേലെ ദിവസം എന്ത് ചെയ്തു അത് പറഞ്ഞാൽ മതി, ഓക്കെ. പക്ഷെ ഇത് സമാനമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ലാപ്സ് ആകുന്നു, അല്ലെങ്കിൽ അതിന് വിമുഖത കാണിക്കുന്നു നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും പരാജയപ്പെടുന്നു ആ കാര്യത്തിൽ. പക്ഷെ എനിക്ക് മനസ്സിലായി അത് കാരണം ഇത് എന്തായാലും തട്ടിപ്പോകും. അപ്പൊ അത് നമ്മുടെ പേപ്പർ വർക്ക് ക്ലിയർ അല്ലെങ്കിൽ അവസാനം ഇത് നമ്മൾ ചെയ്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, കസ്റ്റഡി കാരണമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മുടെ കസ്റ്റഡിക്കകത്തല്ലേ പോലീസിന്റെ ജുഡീഷ്യൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ പ്രമിസസ് ഗേറ്റ് വരെ പോലീസാണ്, പോലീസ് സ്റ്റേഷനാണ്, ആ കെട്ടിടം മാത്രമല്ല നമ്മുടെ അതിനകത്ത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയാണ്. ഉടനെ നമ്മുടെ കൂടുതലുള്ള പോലീസ് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ അതിൻ്റെ സൈറ്റ് അതായത് മകസർ തയ്യാറാക്കി, ഇതിൻ്റെ സംഭവത്തിന് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ഇത് എല്ലാം ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കേസാണെങ്കിൽ ഞാൻ ആരുടെ എഴുതാൻ പറഞ്ഞു, ഞാൻ എഴുതി കൊടുക്കും, ഞാൻ തന്നെ എഴുതും. ഞാൻ എഴുതി, കാരണം അവരോട് പറഞ്ഞ് ഇങ്ങനെ എഴുതുന്ന പറഞ്ഞാൽ എല്ലാം വരില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എല്ലാം വരില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ എഴുതിയിട്ട് അവിടെ കൊടുത്തിട്ട് ഈ കമ്പ്യൂട്ടറിൽ അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അത് ഇട്ടേരെ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ട് മതി, കാരണം എനിക്ക് അനുവാദമില്ല, ചെയ്യാൻ പറ്റില്ല. എൻ്റെ SHO ഉണ്ട്, SHO ഒന്ന് ലീവിലായിരുന്നു. ഉടനെ ഞാൻ പ്രിൻസിപ്പൽ പിന്നെ അവർ ചിത്രത്തിലില്ല, അവരിത് കണ്ടെന്ന് അങ്ങ് പോയി. ഉടനെ ഞാൻ എൻ്റെ SHO വിളിച്ച അദ്ദേഹം ലീവ്, നല്ലൊരു ഓഫീസർ, പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ജോസ്. അദ്ദേഹം നല്ലൊരു എഫിഷ്യന്റ് ഓഫീസർ, നല്ല പോലീസ്, നല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിച്ച് സാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ മാഡത്തിന് വിളിക്കാം SP, കാരണം നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഹൈറാർക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അത് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം അവർ വിളിച്ചിട്ട് പറഞ്ഞു, കേസായിട്ട് വേണ്ട, നമ്മൾ GD&T മതി. ഞാൻ പറഞ്ഞു, സാർ കേസ് എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത നടപടിക്ക് പോയി ബുദ്ധിമുട്ടാണ് സാർ, ഒന്ന് കൺവിൻസ് ചെയ്യണം, മാഡത്തിനൊന്ന് കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, കേസ് എടുത്തേ പറ്റുള്ളൂ ഞാൻ നിർബന്ധം പറയുകയാണ്. പക്ഷേ അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു, ഓക്കെ കേസ് എടുത്തോളാൻ പറഞ്ഞു. അതിന് സംഭവം ഉണ്ട്, അതുവരെങ്ങനെ ഡിലേ വരുന്ന ഒരു കാര്യം 309 IPCക്കാണ് ഞാൻ കേസ് എടുക്കാൻ പറഞ്ഞത്. 309 IPC എന്ന് പറഞ്ഞാൽ ആത്മഹത്യ പ്രേരണയാണ്. ആത്മഹത്യ പ്രേരണ ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്ന് പറഞ്ഞൊരു കമന്റൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വിത്തുകൾ ചെയ്ത് അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യണ്ട എന്നൊരു വൈപ്പ് പൊതുവെ നമ്മളിലുണ്ട്, അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് കാരണം സുപ്രീം കോടതി പോലും ഒരാളുടെ അതായത് ഒരു ആക്ഷൻ നടന്നാൽ കുറ്റമാവുകയും, പക്ഷെ കുറ്റമാവുന്നതാണ് നമ്മുടെ നിയമ സംവിധാനം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് കുറ്റമാവുന്നത്, കുറ്റകരമായ പ്രവൃത്തി അത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് കുറ്റം പൂർണ്ണമാകുന്നത്. പക്ഷേ ഈ ആത്മഹത്യയുടെ പ്രത്യേകത, അത് ആത്മഹത്യയെ
ശ്രമിക്കുന്നത് കുറ്റമാണ്, പക്ഷെ ആത്മഹത്യയിൽ ശ്രമിച്ച് അത് ആ ദൗത്യം പൂർണ്ണമായ മരിച്ചു കഴിഞ്ഞാൽ കുറ്റമല്ല. അതാണ് നമ്മുടെ മനസ്സിലായത്, തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ സാറിന് അടിക്കാൻ വേണ്ടി വന്നു, അത് വേണമെങ്കിൽ കുറ്റം അല്ലാതാക്കാം, പ്രിപ്പറേഷൻ. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ കുറ്റമായി. അതുപോലെ ഇത് മരിക്കാൻ വേണ്ടി ഞാൻ ഞാൻ തൂങ്ങിയിട്ട് മരിച്ചില്ലെങ്കിൽ കുറ്റം, മരിച്ചു കഴിഞ്ഞാൽ കുറ്റമല്ല. മനസ്സിലായില്ല? അതുപോലെയാണ് ഈ സംഗതി. അപ്പോൾ ഞാൻ സാർ 309 അതിന് നമുക്ക് 309 കേസ് എടുക്കണം, അങ്ങനെ എടുത്ത് പറ്റുള്ളൂ. അപ്പോഴാണ് ഈ ഒരു സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവർ ഡിലേ വരുത്തിയത്. പക്ഷേ എന്നാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് ചെയ്തോളൂ എന്ന് പറയും. കേസെടുത്ത് പിറ്റേന്ന് രാവിലെ 5 മണിക്ക് SHO എന്നെ വിളിച്ച് പറയുകയാണ്, 5 മണിക്ക് വിളിച്ച് പറയുന്നത്, രാജൻ എസ് അത് അയാള് മരണപ്പെട്ടു. നിങ്ങൾ ഇന്നലെ നിർബന്ധിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ കേസ് എടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപടി എളുപ്പമായി. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്രൈം കേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായി കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിരുന്നു, എന്തായാലും വളരെ നല്ല കാര്യമായിരുന്നു എന്ന് പറയും. അങ്ങനെ അപ്രസിയേഷൻ വാർത്ത ഒന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ അങ്ങനെ അനുഭവങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ വാലേക്കാവൽ വളരെ സന്തോഷത്തോടെ സർവീസ് ഇറങ്ങുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. ഇതൊന്നുമല്ല എന്നെ ഹാപ്പി ആക്കുന്നത്. കാരണം ഈ ലാസ്റ്റ് 10 മന്ത് ഞാനൊരു അധ്യാപകന്റെ റോളിലാണ്. ഞാൻ ഈ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് പോലീസുകാരുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് ഒരു FIS മുതൽ FIR മുതൽ കോടതിയിൽ പോലീസ് റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നവരുള്ള നടപടിക്രമങ്ങൾ പോലീസുകാരെ പഠിപ്പിക്കുന്ന ഒരു ദൗത്യമായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. ജില്ലാ പോലീസ് എല്ലാ ദൗത്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചു. അല്ല, അതിനിടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഒരു കാര്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ SAPയിൽ ഇപ്പൊ 4 കമ്പനി പോലീസുകാരുടെ ട്രെയിനിങ് നടക്കുന്നത്. അവർക്ക് 360 പേർക്ക് ഇൻഡോർ ക്ലാസ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതായത് ഞാൻ പടിയിറങ്ങുമ്പോൾ 360 പോലീസുകാരെ ഡിപ്പാർട്ട്മെന്റിനകത്ത് കയറ്റിയിട്ടാണ് ഇറങ്ങുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതിലെ പടിയിറങ്ങിയത്. അങ്ങനെ